സൂറത്തു നിസായിലെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. 4-ാമത്തെ വാക്യം ചർച്ച ചെയ്തപ്പോൾ ഇസ്ലാമിലെ മഹർ എന്ന വിവാഹമൂല്യത്തിൻ്റെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഖുർആനിൽ ഇതുപോലെയുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ഇസ്ലാമിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു മനുഷ്യനോ ഒരു മനുഷ്യൻ്റെ അന്തസ്സുള്ള ഒരു പൗരനോ ഒന്നുമല്ല. ഒരു സ്ത്രീ തീർത്തും ലൈംഗികമായി പുരുഷൻ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അതിന് വില നിശ്ചയിക്കുക, ആ വില നിശ്ചയിച്ച് വാങ്ങി ഉപയോഗിക്കുക, വാടകയ്ക്ക് ഉപയോഗിക്കുക തുടങ്ങിയ സങ്കല്പങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഇനി ഈ നിയമം മാത്രമല്ല, ഏത് കാര്യത്തിലും ഖുർആൻ പുരുഷനെ മാത്രമാണ് സംബോധന ചെയ്യുന്നത്, പുരുഷനോട് മാത്രമാണ് സംസാരിക്കുന്നത്, പുരുഷനെ മാത്രമേ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ വിവാഹം എന്നതുകൊണ്ടും കുടുംബം എന്നതുകൊണ്ടും സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പുലർത്തിപ്പോരുന്ന സദാചാരം എന്താണ്, നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ഇന്ന് ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ പോലും സ്ത്രീകളെ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല. കാരണം മുസ്ലിങ്ങളും ജീവിക്കുന്നത് ആധുനിക കാലത്താണ്, ആധുനിക സമൂഹത്തിലാണ്. ഇവിടെ സ്ത്രീകളെയും മനുഷ്യരായി തന്നെയാണ് ഏറെക്കുറെ അംഗീകരിക്കുന്നത്. മതപരമായ ചില ചട്ടങ്ങളും നിയമങ്ങളൊക്കെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുവിൽ വിവാഹം, കുടുംബം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ സങ്കല്പം ഈ പൈസ കൊടുത്ത് പെണ്ണിൻ്റെ ലൈംഗികാവയവം വാങ്ങുക എന്ന നിലക്കല്ല. മഹർ എന്ന ഒരു ചടങ്ങ്, വിവാഹത്തിൻ്റെ ആ ഉപചാരം നടക്കുമ്പോൾ ഇപ്പോഴും മുസ്ലിങ്ങൾ ആചരിക്കുന്നുണ്ട്. കാരണം അത് ഈ ചടങ്ങ് പൂർത്തിയാക്കലിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇസ്ലാമിൽ എന്താണത് എന്നതിനെക്കുറിച്ചൊന്നും സാധാരണ മുസ്ലിങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അതൊക്കെ കിതാബുകൾ പഠിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇന്ന് വിവാഹം കഴിക്കുന്നത് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലല്ല. ഒരു സ്ത്രീയും പുരുഷനും, പ്രായപൂർത്തിയായ 2 വ്യക്തികൾ, 2 മനുഷ്യർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് കേവലം ഇസ്ലാം പറയുന്നത് പോലെ ഈ ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രമല്ല. ലൈംഗിക ബന്ധം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ നമ്മൾ വിവാഹം കഴിക്കുന്നത്, കുടുംബം സ്ഥാപിക്കുന്നത് ജീവിതം പങ്കുവയ്ക്കാനാണ്. ജീവിത പങ്കാളി എന്ന അർത്ഥത്തിലാണ് ഇന്ന് ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ചേരുന്ന ദമ്പതിമാരെ കണക്കാക്കുന്നത്. അതിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതത്തിൻ്റെ പങ്കാളികളാണ്. അവിടെ വിവാഹം എന്ന് പറയുന്നത് ആ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം നടത്തുന്ന ഒരു കരാറ് പോലെയാണ്. ഇന്ന് വിവാഹം എന്ന പേരിൽ നമ്മൾ ഉപചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അത്തരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ആ കുടുംബത്തിന് നിയമപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റും പിന്നീട് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിയമപരമായി ഇതിന് സാധുത ലഭിക്കണം, ഇവരുടെ ഈ കൂടിച്ചേരലിന് അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിത്തത്തിന്. അത് പലപ്പോഴും നമ്മുടേതുപോലെയുള്ള ഒരു സമൂഹങ്ങളിൽ അനിവാര്യമായി മാറുന്നത് കൊണ്ടാണ് വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തേണ്ടി വരുന്നതും അത് വ്യവസ്ഥാപിതമായ രീതിയിൽ പഞ്ചായത്തിലും മറ്റും പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നതൊക്കെ. കാരണം അതിന് നിയമസാധുത ലഭിക്കാനാണ്. മറ്റൊന്ന്, വിവാഹിതരായി ജീവിക്കുന്നവർക്ക് ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം, അവരൊരുമിച്ചാണ് ജീവിക്കുന്നത്, അതൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ജീവിത പങ്കാളികളാണ് എന്ന് ചുറ്റുമുള്ള സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതാണ് മറ്റൊരു ഉദ്ദേശ്യം. ഈ സാമൂഹ്യമായ അംഗീകാരത്തിനും നിയമപരമായ സാധുതയ്ക്കും വിവാഹം എന്ന ഒരു ചടങ്ങ് അനിവാര്യമാണ് എന്ന് വരുന്നത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യമായ ചില ചുറ്റുപാടുകളുടെ പരിമിതികൾ മൂലമാണ്. ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് വിവാഹം എന്നൊരു ഉപചാരം നടത്തിയില്ലെങ്കിലും നിയമസാധുത അവർക്കും അവരുടെ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കും എങ്കിൽ ഈ വിവാഹം എന്ന് പറയുന്നൊരു ചടങ്ങ് ഇല്ലാതെയും മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കാം. അതുപോലെ തന്നെ സാമൂഹ്യ അംഗീകാരം, സമൂഹം 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ദമ്പതികളായിട്ടും ഒരു കുടുംബമായിട്ടും സമൂഹം അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ സാമൂഹ്യ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി മാലയിടേണ്ട കാര്യമോ അല്ലെങ്കിൽ നിക്കാഹ് നടത്തേണ്ട കാര്യമോ ഒന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ നിയമപരമായി ഇതൊക്കെ ആവശ്യമായി വരുന്നത് പിന്നീടുള്ള ജീവിതത്തിൽ സാങ്കേതികമായി പലയിടത്തും ഇതൊക്കെ അനിവാര്യമാകുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ജോലിക്ക് പോകുന്ന ആൾക്ക് ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും വിസ കിട്ടണം, സ്പൗസിൻ്റെ വിസ കിട്ടണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ് നിയമപരമായി തന്നെ വിവാഹം ചെയ്യൽ അനിവാര്യമായിട്ട് പല ഘട്ടങ്ങളിലും മാറുന്നത്.
ഇത് ഇത്തരത്തിൽ നമ്മൾ കുടുംബം സ്ഥാപിക്കുന്നത് ഒരു സാമ്പത്തിക യൂണിറ്റ്, സമൂഹത്തിലെ ഒരു സാമ്പത്തിക യൂണിറ്റ് എന്ന നിലക്കും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കാൻ രണ്ടുപേർ ഒരുമിക്കുന്നു എന്ന നിലക്കുമാണ്. അവിടെ ഒരാൾ മാത്രം സർവാധികാരിയായിട്ട് മറ്റേയാൾ അടിമയായിട്ട് അയാളെ അനുസരിച്ച് ജീവിക്കുക എന്ന കൺസെപ്റ്റ് അല്ല ഇന്ന് സമൂഹത്തിൽ ലോകത്തെവിടെയുള്ളത്. അതേ സമയത്ത് ജീവിതത്തിലെ എല്ലാ സുഖദുഃഖങ്ങളും പരസ്പരം പങ്കുവെക്കാനാണ് രണ്ടുപേരും ഒരുമിച്ച് വിവാഹം ചെയ്യുന്നതും കുടുംബം സ്ഥാപിക്കുന്നതും. അവിടെ ഉത്തരവാദിത്വവും അവകാശങ്ങളും രണ്ടുപേർക്കും തുല്യമായിരിക്കണം. ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ പ്രസംഗിക്കുന്നത് ഉത്തരവാദിത്വം മുഴുവൻ പുരുഷനാണ്, അതുകൊണ്ടാണ് സ്ത്രീയെ ഞങ്ങളിങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഉത്തരവാദിത്വവും ജീവിതം പങ്കിട്ടെടുക്കാൻ വന്ന രണ്ടു പേർക്ക് ഉത്തരവാദിത്വവും തുല്യമാണ്, രണ്ടുപേരുടെയും അവകാശങ്ങളും തുല്യമാണ്, രണ്ടുപേരുടെയും ഡിഗ്നിറ്റിയും തുല്യമാണ്. രണ്ട് മനുഷ്യരാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അതാണ് ആധുനിക മനുഷ്യൻ്റെ, ഒരു പരിഷ്കൃത മനുഷ്യൻ്റെ സങ്കല്പം. അതുമായി തട്ടിച്ചു നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച ഇസ്ലാമിൻ്റെ മതനിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വായിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് തോന്നും. അത്രമാത്രം പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഒരു പെണ്ണിൻ്റെ ലൈംഗിക അവയവം കച്ചവടം ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു പോയിരിക്കുകയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ. ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിലെ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നതും ഇതിൽ നിന്നൊക്കെ എത്രയോ ഭിന്നമാണ്, എത്രയോ പരിഷ്കൃതമാണ്. അതിൻ്റെ മുമ്പിൽ ഇസ്ലാം എത്രത്തോളം പ്രാകൃതമാണെന്നും അപരിഷ്കൃതമാണ് എന്നും മനസ്സിലാക്കാൻ ഇസ്ലാമിലെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ധാരാളം മതി. എന്തായാലും ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണ്. 5-ാമത്തെ വാക്യം. വലാ തുസുഫഹാഅ അംവാലുകുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. അള്ളാഹു നിങ്ങൾക്ക് ഒരു നിലനിൽപ്പ് ആക്കി തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ ഭോഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യരുത്. അതിലൂടെ നിങ്ങൾ അവർക്ക് ഉപജീവനം നൽകുകയും അവർക്ക് വസ്ത്രം നൽകുകയും ചെയ്യുവിൻ. അവരോട് മര്യാദപ്പെട്ട വാക്ക് പറയുകയും ചെയ്യുവിൻ. ഇതാണ് പടച്ചോൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇറക്കി തന്നിട്ടുള്ള ഒരു സദാചാര നിയമം. നിങ്ങളുടെ സ്വത്തുക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതിൽ തന്നെ വലിയ തെറ്റുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇതിൻ്റെ വിശദീകരണങ്ങളും വരുന്നിടത്ത് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വത്തുക്കളെക്കുറിച്ചല്ല, ആരാൻ്റെ സ്വത്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. ആരാൻ്റെ സ്വത്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് വിവരക്കേടാണ്. അങ്ങനെ നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ ഭോഷന്മാർക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത്. ആരാണ് ഈ ഭോഷന്മാർ? ഇത് ആരുടെ സ്വത്തിൻ്റെ കാര്യമാണ്, ആർക്ക് വിട്ടുകൊടുക്കുന്ന കാര്യമാണ്, എന്ത് കാര്യമാണ് എന്നതിനെ സംബന്ധിച്ച് പതിവ് പോലെ പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭോഷന്മാരെക്കുറിച്ച് ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിമൻ ആൻഡ് ബോയ്സ്, അവരെയാണ് ഭോഷന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത്. സെയ്ദ് ബിൻ ജുബൈർ സെഡ് ദാറ്റ് ദ അൺവൈസ് റെഫേഴ്സ് ടു ദി ഓർഫൻസ്. മുജാഹിദ്, ഇക്രിമ, ഖത്താദ സെഡ് ദേ ആർ വിമൻ. അപ്പോൾ പലരെക്കുറിച്ചാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് അത് അനാഥരെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം അതിൻ്റെ മുകളിൽ അനാഥരുടെ കാര്യമാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നവരോട് ആ കുട്ടികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് അതല്ല, ബാപ്പമാർ മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് സ്വത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. വേറൊരു കൂട്ടർ പറയുന്നത് ഇത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സ്വത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പടച്ചോന് ഒരു ആയത്തിറക്കിയിട്ട് അത് ആ ആയത്തിൽ പറയുന്ന വിഷയം എന്തിനെക്കുറിച്ചാണ് എന്ന് പോലും ആർക്കും ഒരു വ്യക്തതയില്ല. എന്നിട്ട് തർക്കിക്കുകയാണ് ഓരോരുത്തർ. ഇത് നമ്മൾ എല്ലാ ആയത്തിലും ചർച്ച ചെയ്യുന്ന ഒരു കോമഡിയാണ്. ഇനി ഈ ഭോഷന്മാരെക്കുറിച്ച് മൗദൂദി പറയുന്നത് നോക്കൂ. ഈ മൗദൂദി ഇതിൻ്റെ അപ്പുറത്തേക്ക് കാട് കയറിപ്പോയിട്ടുണ്ട്. മൗദൂദി പറയുന്നത് ഭോഷന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ഭോഷന്മാരാണ്. ഈ സമൂഹത്തിലുള്ള ഭോഷന്മാർക്ക് അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ ആ സ്വത്തുക്കൾ ഇസ്ലാമിക ഭരണകൂടം പിടിച്ചെടുക്കണം എന്നാണ് മൗദൂദി ഇതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. ഭോഷന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറഞ്ഞവർ, അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഭ്രാന്തുള്ളവർ, മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. എന്നാലത് വ്യാഖ്യാനിച്ച് കാട് കയറിയിട്ട് മൗദൂദി ഉൾപ്പെടെ പല മുഫസ്സിറുകളും
ഇസ്ലാം മതം സ്വീകരിക്കാത്തവർ, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയവർ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്തവർ എന്ന് വരെ ഈ ബോഷന്മാർക്ക് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ ഇസ്ലാമികമായി ജീവിക്കുന്നില്ല, നിസ്കരിക്കണം, നോൻപ് വെക്കണമെന്നില്ല, കാര്യമായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള സ്വത്ത് ഒന്നുകിൽ ആ കുടുംബത്തിലെ മറ്റുള്ളവർ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം പിടിച്ചെടുക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് കുടുംബത്തിൽ നിന്ന് അനന്തര സ്വത്തുകളായിട്ട് അവരുടെ അവകാശം പോലും കൊടുക്കാനും പാടില്ല. നോക്കൂ നിങ്ങൾ എത്ര ഭീകരമായിട്ടാണ് വ്യാഖ്യാനിച്ചു പോയിട്ടുള്ളതെന്ന്. ഇവിടെ അനാഥ കുട്ടികളുടെ കാര്യം പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ ആയത്ത് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞത് ഇത് അനാഥരായ കുട്ടികളുടെ സ്വത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ അവർ മാനസികമായി പാകപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. അവർ മാനസികമായി പക്വതയും പാകതയും ഇല്ലാത്ത ബോഷന്മാരാണെങ്കിൽ അവർക്ക് ആ സ്വത്ത് നിങ്ങൾ കൊടുക്കേണ്ടതില്ല, അത് നിങ്ങളുടെ സ്വത്ത് തന്നെ ആയിട്ട് കൈകാര്യം ചെയ്തോളൂ എന്നാണ് ഈ അനാഥരെ സംരക്ഷിച്ചിരുന്ന അവരുടെ എളാപ്പന്മാരോടും മൂത്താപ്പന്മാരോടും ഒക്കെ പറയുന്നത് എന്നാണ് ഒരുപാട് ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇനി ഏതർത്ഥത്തിലെടുത്താലും നമ്മൾ ഇന്നത്തെ മനുഷ്യാവകാശ തത്വങ്ങളുമായിട്ട് ഇതിനെ ഒന്ന് തട്ടിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരാളുടെ ബുദ്ധിയുടെ നിലവാരം, ബുദ്ധിയുടെ അളവും നോക്കിയിട്ടാണോ നമ്മൾ അയാളുടെ സ്വത്തുക്കൾ അയാൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കേണ്ടത്? ഒരാളുടെ സ്വത്ത്, അയാൾ ഇനി എത്ര ബുദ്ധിയുള്ളവരായാലും ശരി, ബുദ്ധി കുറഞ്ഞവരായാലും ശരി, അയാൾ മതം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, അയാൾ ആരായിരുന്നാലും ശരി, അയാൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നത് ഒരു സാമാന്യമായ മനുഷ്യാവകാശ തത്വമാണ്. അതിനെതിരായിട്ടാണ് ഈ സാധനം ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടൊരു ദൈവം ഇറക്കിയ നിയമമാണോ, അതോ ഒരു കുറച്ച് ആൾക്കാർ, ഒരു ആൾക്കൂട്ടം മാത്രമായി ജീവിച്ചിരുന്ന ഒരു ഗോത്രകാലത്ത് അന്നത്തെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് അതിനുവേണ്ടി പറഞ്ഞ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞ ഓരോരോ ബടായികൾ എന്നതിനപ്പുറത്ത് എന്ത് പ്രസക്തിയാണ് ഇതിനൊക്കെ സാമൂഹ്യമായിട്ടുള്ളത്? ഇതൊക്കെയാണോ ഒരു ദൈവ ലോകാവസാനം വരേക്ക് മനുഷ്യർക്ക് നിയമങ്ങളും ചട്ടങ്ങളുമായിട്ട് ഇറക്കി കൊടുക്കേണ്ടത്? നിങ്ങൾ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് എഴുതി വെച്ചവരാണ് ബോഷന്മാരെന്നാണ് എൻ്റെ അഭിപ്രായം. മൗദൂദി എഴുതിയത് ഞാൻ വായിക്കും. ജീവിത നിലനിൽപ്പിന് അവലംബമായ ധനം തെറ്റായ മാർഗത്തിൽ വ്യയം ചെയ്യാൻ കാരണമായി തീരുമാറ് വിഡ്ഢികളുടെ കയ്യിൽ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. അത്തരക്കാരെ ധനത്തിന്മേൽ സ്വതന്ത്രമായി കൈകാര്യത്തിന് അനുവദിച്ചുകൂടാ. നാഗരികതയുടെയും സമ്പത്തിൻ്റെയും അവസാനമായി സദാചാരത്തിൻ്റെ തന്നെയും വ്യവസ്ഥ താറുമാറാകുകയായിരിക്കും അതിൻ്റെ ഫലം. വ്യക്തികൾക്ക് തങ്ങളുടെ വസ്തുവകകളിൽ സ്വകാര്യ ഉടമാവകാശം ഇസ്ലാമിക വ്യവസ്ഥയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെ. എന്നാൽ ആ ഉടമാവകാശം നിരുപാധികമോ അനിയന്ത്രിതമോ അല്ല. ശരിയായ മാർഗേണ ഉപയോഗപ്പെടുത്താൻ അർഹതയില്ലാത്തവരോ സ്വതന്ത്രമായ ഉപയോഗം കൊണ്ട് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഹാനി വരുത്തി തീർക്കുന്നവരോ ആയ വ്യക്തികളിൽ നിന്ന് പ്രസ്തുത ഉടമാവകാശം പിടിച്ചെടുക്കപ്പെടാവുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കപ്പെടണം എന്നതിൽ സന്ദേഹമില്ല. എന്നാൽ ഉടമാവകാശത്തിൻ്റെ സ്വതന്ത്രമായ ഉപയോഗത്തെ മനുഷ്യൻ്റെ സദാചാരപരവും നാഗരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഭദ്രതയ്ക്ക് ഹാനികരമാവുന്നിടത്ത് നിയന്ത്രിക്കേണ്ടതാകുന്നു. അതാണ് ഈ സൂക്തത്തിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നതും. സമഗ്രമായ ഈ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ മുതൽ ഉടമസ്ഥരായ ഓരോരുത്തരും തങ്ങളുടെ മുതൽ അപരനെ ഭരമേൽപ്പിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതുപ്രകാരം തന്നെ സമ്പത്ത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ യോഗ്യതയില്ലാത്തവരോ സ്വന്തം വസ്തുവകകളെ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്നവരോ ആയ വ്യക്തികളിൽ നിന്ന് വസ്തുവകകൾ പിടിച്ചെടുത്ത് അവയുടെ മേൽനോട്ടം വഹിക്കുകയും ഉടമസ്ഥരുടെ ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതിനായി ഒരു വകുപ്പ് ഏർപ്പെടുത്തേണ്ടത് ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല. അതൊക്കെ മുഹമ്മദ് അക്കാലത്ത് പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് അങ്ങ് ഗവൺമെൻറ്റായിട്ടും വ്യവസ്ഥാപിത സംവിധാനമായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് നോക്കിയതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കിന്ന് വ്യവസ്ഥാപിതമായ നിയമങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനുമുള്ള കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണവും ഉറപ്പാക്കുന്ന സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും തകരാറുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്വത്ത്, ആ കുട്ടിക്ക് അവകാശപ്പെട്ട സ്വത്ത് ആ കുട്ടിയുടെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ സ്വത്ത് വേറൊരാൾക്ക് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈക്രയ ചെയ്യാനോ കഴിയില്ല. അവരെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള വരുമാനം വേണമെങ്കിൽ എടുക്കാം എന്നല്ലാതെ ആ സ്വത്ത് വിൽക്കാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ മൈനർമാരായ കുട്ടികളുടെ സ്വത്ത്, അവർ പ്രായപൂർത്തിയാവുന്നത് വരെ ആ സ്വത്ത് ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ അവകാശമില്ല. ആ രീതിയിലുള്ള നിയമങ്ങൾ നമുക്കുണ്ട്. ആ നിയമങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്ന സംവിധാനങ്ങൾ രജിസ്റ്റർ ഓഫീസുകളും
അതിനുള്ള കോടതികളും സംവിധാനങ്ങളും ഒക്കെ ഇന്നുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു അവ്യവസ്ഥാപിതമായിട്ടുള്ള ഗോത്രകാലത്ത് ആ ഗോത്രത്തിനകത്ത് നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നത്തിന് അപ്പോൾ തൻ്റെ യുക്തിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായി മുഹമ്മദ് പറഞ്ഞു കൊടുത്തതാണ് ഈ വെളിപാടുകളായിട്ട് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ആധുനിക കാലത്തെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ വെളിപാട് ഇറക്കുന്നതിനേക്കാളും 100 ഇരട്ടി പണി നമ്മൾ എടുക്കണം. എങ്കിൽ പിന്നെ ഇങ്ങനത്തെ വെളിപാടിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഇതൊക്കെ നമുക്ക് നമ്മുടെ യുക്തി അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലേ? അങ്ങനെയല്ലേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ ചെതല് പിടിച്ച ഈ ഒരു കിതാബ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഈ കാലഹരണപ്പെട്ട അങ്ങേയറ്റം ജീർണിച്ച യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത ഈ പ്രാകൃത ഗോത്രകാലത്ത് മനുഷ്യരെഴുതി ഉണ്ടാക്കിയ ഈ സാധനം നമുക്ക് എന്തിനാണ്? ഓരോ ഖുർആൻ വാക്യവും നമ്മളോട് പറയുന്നത് ഇതാണ്. ഇത് കാലഹരണപ്പെട്ടതാണ്, ഇത് മനുഷ്യർക്ക് ഇന്ന് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനിർമ്മിതമാണ്, ഇതിലൊരു ദൈവികതയും ഇല്ല എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ഇമാം റാസി ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായി എഴുതി വെച്ച കാര്യമാണിത്. അനാഥകളുടെ ധനം അവർക്ക് തിരികെ കൊടുക്കാനും സ്ത്രീകൾക്ക് അവരുടെ മഹർ നൽകാനും കൽപ്പിച്ചത് അവർ ബുദ്ധിയുള്ളവരായ നിലയിൽ പ്രായപൂർത്തിയാവുകയും സ്വത്ത് സൂക്ഷിക്കാൻ പ്രാപ്തരാവുകയും ചെയ്താൽ മാത്രമാണ്. എന്നാൽ അവർ പ്രായപൂർത്തിയുള്ളവരായി പക്ഷേ സ്വത്ത് സൂക്ഷിക്കുന്നതിനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുണ്ട്, സ്വത്ത് ദുർവ്യയം ചെയ്യുന്നവരും മഠയന്മാരുമാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ ധനം അവർക്ക് നൽകരുത്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ദുർബലരുടെ സ്വത്തിൽ യാതൊരു നാശവും വരാതെ അതിനെ സംരക്ഷിക്കണം എന്നാണ്. പിതാക്കന്മാരോടാണ് ഈ വാക്യത്തിൻ്റെ കൽപ്പന എന്നും അഭിപ്രായമുണ്ട്. മക്കൾ പണം സൂക്ഷിക്കാത്തവരും അവിവേകം പ്രവർത്തിക്കുന്നവരുമായാൽ അവരുടെ ധനം ആ മക്കൾക്ക് കൊടുക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇനി അടുത്ത വാക്യം സൂറത്തു നിസായിലെ 6-ാമത്തെ ആയത്ത്. വബ്തലുൽ യതാമാ ഹത്താ ഇദാ بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുകയും ചെയ്യുക. അങ്ങനെ അവർ വിവാഹത്തിലെത്തിയാൽ എന്നിട്ട് അവരിൽ നിന്ന് നിങ്ങൾ കാര്യബോധം കണ്ടറിഞ്ഞുവെങ്കിൽ അപ്പോൾ അവരുടെ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കുവിൻ. അമിതമായും അവർ വലുതാകുമെന്ന് ധൃതിപ്പെട്ടും നിങ്ങൾ അത് തിന്നുകളയരുത്. ആരെങ്കിലും ധനികനായിരുന്നാൽ അവൻ മാന്യത പാലിച്ചു കൊള്ളട്ടെ, ആരെങ്കിലും ദരിദ്രനായിരുന്നാൽ അവൻ മര്യാദ പ്രകാരം തിന്നുകൊള്ളട്ടെ. എന്നാൽ അവരുടെ സ്വത്തുക്കൾ അവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മേൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുവിൻ. കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. ഈ വാക്യം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഇതിൻ്റെ സന്ദർഭം സബബുൻ നുസൂല് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ക്ലിയറായിട്ട് മനസ്സിലാവും. ദിസ് വാസ് റിവീൽഡ് അബൌട്ട് താബിത്ത് ബിൻ റഫാ ആൻഡ് ഹിസ് അങ്കിൾ. Rafa died when his son Thabit was very young. The uncle of Thabit went to the messenger of Allah and said, "The son of my brother is an orphan under my care. What is lawful for me from his wealth? And when should I give him back his wealth?" And so Allah revealed this verse. അപ്പോൾ ഒരാൾ അയാളുടെ ഏട്ടൻ്റെ കുട്ടിയെ സംരക്ഷിച്ചിരുന്നു. ഏട്ടൻ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അങ്ങനെ ആ കുട്ടിയെ സംബന്ധിച്ച് ഞാനിനി അവൻ്റെ സ്വത്ത് എന്താ ചെയ്യേണ്ടത്, അവൻ എപ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് നബിയുടെ അടുത്ത് വന്നിട്ട് അയാൾ സംശയം ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞതാണ് ഈ വാക്യം എന്നാണ് ഇതിൽ പറയുന്നത്. അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുക. അങ്ങനെ അവർ നിക്കാഹിലെത്തിയാൽ, ഹത്താ ഇദാ ബലഗു നിക്കാഹ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ നിക്കാഹിലെത്തിയാൽ എന്ന്. എന്താണ് ഈ നിക്കാഹിലെത്തൽ? വിവാഹപ്രായമായാൽ എന്നാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് വാചാലമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ബലഗുൻ നിക്കാഹ് ആകുന്നത് എപ്പോഴാണ് എന്ന്.
അത് ഒരു സ്ഥലത്ത് പറയുന്നത് അവൻ ആദ്യമായിട്ട് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അതായി എന്നാണ്. വേറൊരു സ്ഥലത്ത് പറയുന്നത് പ്യൂബിക് ഹെയർ, അതായത് ഗുഹ്യരോമം വളർന്നാൽ അവന് പ്രായപൂർത്തിയായി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇങ്ങനെ പലതും പറഞ്ഞിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇബ്നു കസീർ എഴുതി വെച്ചിരിക്കുന്നു, അണ്ടിൽ ദേ റീച്ച് ദ ഏജ് ഓഫ് മാരേജ്. ഇവിടെ ഏജ് ഓഫ് മാരേജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ നിക്കാഹ് എന്ന വാക്കിന് സെക്സിന് പ്രായമാവുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളതും. ദ ഏജ് ഓഫ് പ്യൂബർട്ടി അക്കോർഡിംഗ് ടു മുജാഹിദ്, ദ ഏജ് ഓഫ് പ്യൂബർട്ടി അക്കോർഡിംഗ് ടു ദി മജോറിറ്റി ഓഫ് സ്കോളേഴ്സ് കംസ് when the child has a wet dream. Until they reach the age of marriage, the age of puberty according to Mujahid. Mujahid ആണ് ഇത് പ്രായപൂർത്തി എന്ന് പറഞ്ഞത്. The age of puberty according to the majority of scholars comes when the child has a wet dream. ഒരു കുട്ടിക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാകുമ്പോഴാണ് ആ കുട്ടി പ്യൂബർട്ടി ആയി എന്ന് കണക്കാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാരുടെ തീരുമാനം. ഇബ്നു കസീർ തന്നെ ഉദ്ധരിക്കുന്നു. There is a difference of opinion over whether pubic hair is considered a sign of adulthood, and the correct opinion is that it is. The Sunnah supports this view according to a hadith collected by Imam Ahmad from Ati al-Qurasi, who said, "We were presented to the Prophet on the day of Hurayla. Whoever had pubic hair was killed. Whoever did not was left free to go. I was one of those who did not. സോ ഐ വാസ് ലെഫ്റ്റ് ഫ്രീ." അപ്പോൾ ബനു ഖുറൈള കൂട്ടക്കൊലയുടെ സമയത്ത് എല്ലാവരുടെയും തുണി പൊക്കി നോക്കിയിട്ട് ഈ പ്യൂബിക് ഹെയർ, ഗുഹ്യരോമം മുളച്ചിട്ടുള്ള എല്ലാവരെയും കൊണ്ടിട്ട് കൊന്നു. അതിൽ രക്ഷപ്പെട്ട ഒരു കുട്ടി പിന്നീട് വലുതായ സമയത്ത് പറഞ്ഞതാണ് ഇവിടെ ഹദീസായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, എനിക്കന്ന് ഗുഹ്യരോമം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നവൻ പറഞ്ഞു. ഇതിൽ നിന്നും പ്രായപൂർത്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഗുഹ്യരോമം പ്രത്യക്ഷപ്പെടലാണ് എന്ന ഒരു ചട്ടവും ഒരു നിയമവും ഒരു സിദ്ധാന്തവും മുഫസ്സിറുകൾ കടഞ്ഞെടുത്തു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കടഞ്ഞെടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം മതം ഉണ്ടായത്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇനി അവർക്ക് കാര്യബോധം ഉണ്ട് അല്ലെങ്കിൽ തൻ്റെ ഇടമുണ്ട് എന്ന് നിങ്ങൾ കണ്ടറിയുമ്പോൾ അവരുടെ സ്വത്തുക്കൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവിൻ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ തൻ്റെ ഇടവും കാര്യബോധവും? അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൗദൂദി പറയുന്നത് തൻ്റെ ഇടത്തെക്കുറിച്ച് ഇങ്ങനെയാണ്: ധനം ശരിയായി വിനിയോഗിക്കാനുള്ള യോഗ്യത ആദ്യത്തെ ഉപാധി അനുസരിച്ച് കർമ്മശാസ്ത്രകാരന്മാരെല്ലാവരും ഏക അഭിപ്രായക്കാരാണ്. എന്നാൽ രണ്ടാമത്തെ ഉപാധിയെ സംബന്ധിച്ച് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ തൻ്റെ ഇടം പ്രായപൂർത്തിയെ സംബന്ധിച്ച് ആണ് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്, പക്ഷേ തൻ്റെ ഇടം എന്നതിനെക്കുറിച്ച് അവർക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രായപൂർത്തി എത്തുമ്പോൾ അനാഥയിൽ തൻ്റെ ഇടം വെക്കുന്നില്ലെങ്കിൽ അവനെ രക്ഷകർത്താവ് പിന്നെയും 7 കൊല്ലം വരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കണം. പിന്നെ തൻ്റെ ഇടം വെക്കട്ടെ വെക്കാതിരിക്കട്ടെ അവൻ്റെ സ്വത്ത് അവനെ ഏൽപ്പിക്കണം. ഇതാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം. എന്നാൽ ധനം വിട്ടുകൊടുക്കാൻ തൻ്റെ ഇടം അത്യന്താപേക്ഷിതമാണ് എന്നത്രേ ഇമാം അബൂ യൂസഫ്, ഇമാം മുഹമ്മദ്, ഇമാം ഷാഫി എന്നിവരുടെ പക്ഷം. ഒടുവിൽ പറഞ്ഞ മഹാന്മാരുടെ അഭിപ്രായം അനുസരിച്ച് കൂടുതൽ യുക്തമായ നടപടി മിക്കവാറും ഇതായിരിക്കും: വലി, അതായത് രക്ഷകർത്താവ്, അനാഥരുടെ പ്രശ്നം ഇസ്ലാമിക ന്യായാധിപരുടെ മുമ്പാകെ ബോധിപ്പിക്കുക. അവന് തൻ്റെ ഇടമില്ലെന്ന് കാളിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അവൻ്റെ കാര്യങ്ങൾ നോക്കാനായി യുക്തമായ ഏർപ്പാട് ചെയ്യുക. അപ്പോൾ 2 അഭിപ്രായങ്ങളാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, അനാഥരായ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടും വേണ്ടത്ര തൻ്റെ ഇടമില്ല എന്ന് പരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടാൽ 7 കൊല്ലം കൂടെ അവൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യാം. 7 കൊല്ലം കഴിഞ്ഞിട്ട് അത് അവന് തൻ്റെ ഇടം വന്നാലും ഇല്ലെങ്കിലും വിട്ടുകൊടുക്കുക. ഇതാണ് ഒരു അഭിപ്രായം. വേറൊരു അഭിപ്രായം, അവന് തൻ്റെ ഇടം വന്നില്ലെങ്കിൽ ഒരു കാലത്തും വിട്ടുകൊടുക്കേണ്ട, അത് രക്ഷകർത്താവായിട്ട് ഒരാൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോയാൽ മതി. എന്നിട്ട് അതിനെ നാട്ടിലുള്ള കാളി അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുപ്രമാണിമാരെ ഏൽപ്പിച്ചിട്ട് അവർ വേണ്ട ആൾക്കാരെ ഏർപ്പാടൊക്കെ ആക്കിയിട്ട് അങ്ങനെ പോയാൽ മതി. അതായത് ഇവന് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സ്വത്തൊന്നും കൊടുക്കേണ്ടതില്ല എന്ന്. അപ്പോൾ അനാഥരായ കുട്ടികൾ പ്രായപൂർത്തിയായോ തൻ്റെ ഇടം വന്നോ എന്ന് പരീക്ഷിച്ച് നോക്കണം. ആ പരീക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കർമ്മശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ, അനാഥരായ ആളുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമാന്ദ്യമോ അതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളോ ഉള്ള പരിമിതികളോ ഉള്ള ആളുകളുടെ സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് കയ്യിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ പടച്ചോൻ്റെ കിതാബിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഓർക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരിഷ്കൃത ലോകത്തെ നിയമങ്ങളും വ്യവസ്ഥകളും എത്ര സുരക്ഷിതമായിട്ടാണ് ഇതിനൊക്കെ
നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി കൈകാര്യം ചെയ്തു പോരുന്നത്. അവരെ സംരക്ഷിക്കാനുള്ള ചുമതല ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കും. അവരുടെ കുടുംബത്തിലുള്ളവരെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കും, അവരെ സംരക്ഷിക്കും. പക്ഷേ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ആർക്കും അവകാശമില്ല. ആ സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം അവരുടെ ചിലവിലേക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. അത് സ്വത്ത് വിൽക്കാനും വാങ്ങാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം അവർക്ക് തന്നെയുള്ളതാണ്. ആ അവകാശം കവർന്നെടുത്തുകൊണ്ടല്ല അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സംരക്ഷിക്കുന്നത്. ആ അവകാശം നിയമപരമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത സമൂഹത്തിനും ഗവൺമെൻറ്റിനും ഉണ്ട് എന്നതാണ് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക ബോധം. അവിടേക്കൊന്നും അള്ളാഹിൻ്റെ നിയമം എത്തിയിട്ടില്ല. അള്ളാഹ് എപ്പോഴും പറയുന്നത് ഈ നാട്ടുംപുറത്തുണ്ടായിരുന്ന പഴയ ഗോത്ര സമൂഹത്തിൽ അന്ന് പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുക മാത്രമാണ്. അതൊക്കെ ഇന്ന് അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മനുഷ്യൻ വ്യവസ്ഥാപിതമാക്കിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹിൻ്റെ കിതാബും അള്ളാഹിൻ്റെ വെളിപാടും ഒക്കെ എത്ര അപര്യാപ്തമാണ്, എത്ര പ്രാകൃതമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി തൻ്റെ ഇടത്തിനെക്കുറിച്ച് അമാനി മൗലവി പറയുന്നു നോക്കൂ. അനാഥകൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴാണ് അവരുടെ സ്വത്ത് കൊടുക്കേണ്ടത്. എന്നാൽ അത് വിട്ടുകൊടുക്കുന്ന പക്ഷം ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തിയും തൻ്റെ ഇടവും അവർക്കുണ്ടോ എന്ന് നേരത്തെ കൂട്ടി തന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അതിന് വേണ്ടുന്ന പരിശീലനവും നൽകിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രായപൂർത്തി വരുമ്പോഴേക്കും അവർക്ക് അതിനുള്ള പ്രാപ്തിയും കാര്യബോധവും ഉണ്ടെന്ന് കണ്ടറിഞ്ഞാൽ മാത്രമേ ധനം വിട്ടുകൊടുക്കേണ്ടതുള്ളൂ. ഇല്ലെന്നാണ് പരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നതെങ്കിൽ സ്വത്തിൻ്റെ കൈകാര്യം പഴയ പോലെ തുടരുകയും വേണം. പിന്നീട് കുറേ കഴിയുമ്പോൾ മുൻ നില മാറി ആവശ്യമായ കാര്യബോധം വന്നിട്ടുള്ളതായി കണ്ടാൽ അപ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദൂർത്തടിക്കുക, ദുർവിനിയോഗം ചെയ്യുക, ദുർവൃത്തികളിൽ ഉപയോഗപ്പെടുത്തുക, വേണ്ടപ്പെട്ടതിലും ആവശ്യമുള്ളിടത്തും ചെലവഴിക്കാതിരിക്കുക മുതലായവ ഒന്നും കൂടാതെ സ്വത്തിൻ്റെ ഏറ്റെടുക്കുവാനുള്ള വിവേകമാണ് തൻ്റെ ഇടം കൊണ്ട് വിവക്ഷ. ബുദ്ധിപരമായ പക്വത മാത്രം പോരാ, മതപരമായ തൻ്റെ ഇടം കൂടി വേണ്ടതുണ്ട് എന്നാണ് ഇമാം ഷാഫി മുതലായ മഹാന്മാരുടെ അഭിപ്രായം. അഥവാ അതും കൂടി ആ വാക്കിൽ ഉൾപ്പെടുന്നു എന്നാണ് അവരുടെ പക്ഷം. വിവേകവും ബുദ്ധിയും ധനം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും ഉണ്ടായാൽ മതി എന്നത്രേ പൊതുവെയുള്ള അഭിപ്രായം. പ്രായപൂർത്തി വരിക എന്നതിൻ്റെ സ്ഥാനത്ത് വിവാഹത്തിലെത്തുക എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. പ്രായപൂർത്തി വരുമ്പോഴാണല്ലോ സ്വാഭാവികമായും വിവാഹത്തിൻ്റെ സന്ദർഭവും ധനത്തിൻ്റെ ആവശ്യവും നേരിടുന്നത്. 15 വയസ്സ് പൂർത്തിയാകുക, ഇന്ദ്രിയസ്ഖലനമോ ആർത്തവമോ ഉണ്ടാവുക മുതലായവ പ്രായപൂർത്തി വരുന്നതിൻ്റെ അടയാളങ്ങളായി ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഒരാളുടെ തൻ്റെ ഇടത്തിൻ്റെ അളവ് അയാൾ മതപരമായ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നുകൂടി പരിഗണിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മതപരമായിട്ട് ഒരാൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ അയാൾ മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അയാൾ തൻ്റെ ഇടമില്ലാത്ത ഭോഷനാണ് എന്ന് കണക്കാക്കിയിട്ട് അയാളുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും അയാളുടെ അവകാശപ്പെട്ട സ്വത്ത് അയാൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് മൗദൂദിയും പറഞ്ഞത്, അത് തന്നെയാണ് അമാനി മൗലവിയും പറയുന്നത്. ഇനി ഇമാം റാസി എഴുതിയത് നോക്കുക. ഇതിൽ മതപരമായ സുബദ്ധത പെടുമോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട്. മതപരമായ തിരിച്ചറിവ് കൂടി അനിവാര്യമാണെന്ന് ഷാഫിയും അത് പരിഗണിക്കേണ്ടതില്ലെന്ന് അബു ഹനീഫയും പറയുന്നു. നല്ലതറിയാനുള്ള കഴിവിനാണല്ലോ വിവേകം എന്ന് പറയുക. മതത്തിൽ സുബദ്ധതയില്ലാത്തവൻ വിവേകശാലിയല്ല എന്ന് ഇമാം ഷാഫിയുടെ ന്യായം. വിവേകം എന്നത് വക്രതയ്ക്ക് വിരുദ്ധമാണ്. വക്രത വഴികേടും കുഴപ്പവുമാണ് എന്നൊക്കെ ഖുർആനിലുണ്ട്. മതത്തിലെ സുബദ്ധതയില്ലാതെ വിവേകം പൂർണ്ണമാകില്ലെന്ന് ഇതിനാൽ ബോധ്യമാകും. ഫറോവയ്ക്ക് വിവേകമുണ്ടായിരുന്നില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഫറോവയ്ക്ക് മതപരമായ സുബദ്ധതയില്ലാത്തതിനാണ് അള്ളാഹു അപ്രകാരം പറഞ്ഞത്. പ്രായപൂർത്തിയായി പക്ഷേ തൻ്റെ ഇടം വന്നില്ല എങ്കിൽ ധനം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ ഏക അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കുള്ളത്. അപ്പോൾ ഇവിടെയും മതപരമായ പക്വത വന്നിട്ടില്ലെങ്കിൽ, രാജാവായിരുന്ന ഫറോവ പോലും പക്വതയില്ലാത്തവനാണ്, തൻ്റെ ഇടം ഇല്ലാത്തവനാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ബുദ്ധിയുള്ള ആളാണെന്ന്, എത്ര തൻ്റെ ഇടം കഴിവുള്ള ആളായാലും ശരി, അയാൾ നമ്മളെ മതം അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാളെ ഭോഷനായിട്ട് കണക്കാക്കണം. അയാളുടെ സ്വത്ത് വിട്ടുകൊടുക്കാൻ പാടില്ല, അത് പിടിച്ചെടുക്കണം. ഇതാണ് ഇസ്ലാം. ഇനി അടുത്ത വാക്യം മുതൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിലും ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് കോമഡികളുണ്ട്. ഞാനതിൻ്റെ 7ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. 7ാമത്തെ ആയത്ത്:
للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും വിട്ടേച്ചു പോയതിൽ നിന്ന് പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും വിട്ടേച്ചു പോയതിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. അതായത് അതിൽ നിന്ന് കുറഞ്ഞതോ അധികരിച്ചതോ ആയതിൽ നിന്ന് നിർണയം ചെയ്യപ്പെട്ട ഒരു ഓഹരി. അനന്തരാവകാശം സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇനി അള്ളാഹു കുറേ നേരം കുറേ കാലം ആലോചിച്ചിട്ട് പറയാൻ പോകുന്നുണ്ട്. അതിനൊരാമുഖം മാത്രം ഞാനിപ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ഈ വാക്യം എന്നാണ് ഇതിൻ്റെ സന്ദർഭവും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിന് പെട്ടെന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അള്ളാഹു നിങ്ങളവിടെ നിൽക്കിയെന്ന് പറഞ്ഞിട്ടൊന്ന് പെൻഡിങ്ങിലിടും. അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വിധി പറയും. എന്നിട്ട് പിന്നെ ആ വിധി തിരുത്തിയിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വിധി അള്ളാഹു ആലോചിച്ചുണ്ടാക്കിയിട്ട് പിന്നെ കൊണ്ടുവന്ന് അവതരിപ്പിക്കും. ഇങ്ങനെയാണ് പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. വ്യഭിചാരിക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന കാര്യത്തിലൊക്കെ അള്ളാഹു ഉണ്ടായ കൺഫ്യൂഷൻ നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് ചില ആളുകൾ ചില ആവശ്യങ്ങളും ചില പരാതികളും ഉന്നയിച്ച സമയത്ത് അതിന് പെട്ടെന്ന് ഉത്തരം പറയാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹു നല്ലപോലെ ആലോചിച്ചിട്ട് പിന്നെ പറയാം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാമുഖം ആദ്യം പറഞ്ഞു പോയതാണ് ഇത് എന്നാണ് പറയുന്നത്. ഇമാം റാസി ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ളത്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ വാക്യത്തിൽ വിവരിക്കുന്നത്. ഔസ് ബിൻ സാബിത്തുൽ അൻസാരി മരണപ്പെട്ടപ്പോൾ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും നൽകാതെ വസിയത്ത് അനുസരിച്ച് സുവൈദും അർഫജും സ്വത്ത് കൈവശപ്പെടുത്തി. ഔസിൻ്റെ ഭാര്യ പ്രവാചക സന്നിധിയിൽ വന്ന് ആവലാതി ബോധിപ്പിച്ചു. അപ്പോഴാണ് ഈ വാക്യം അവതരിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ അളവ് വ്യക്തമാക്കിയില്ല. അതുകൊണ്ട് ഔസിൻ്റെ സ്വത്തിൽ ക്രയവിക്രയങ്ങളൊന്നും നടത്തരുത് എന്ന് നബി അറിയിച്ചു. പിന്നീട് ഭാര്യാഭർത്താക്കന്മാരുടെ വിഹിതം നിശ്ചയിച്ചുകൊണ്ട് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ 8/1 ഔസിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനും ശേഷം പെൺമക്കളുടെ വിഹിതം കൈവശം വെക്കാനും നിയമം അവതരിച്ചപ്പോൾ അതും നൽകാനും കൽപ്പിച്ചു. ഇതിൻ്റെ കൂടെ ജാഹിലിയ കാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനന്തരാവകാശം ലഭിക്കുമായിരുന്നില്ല. ഗനീമത്ത് ശേഖരിക്കുന്നവനും ഗോത്രത്തെ ശത്രുവിൻ്റെ അക്രമത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നവനും യുദ്ധം ചെയ്യുന്നവനും മാത്രമേ സ്വത്തവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു വാദവും ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് മദീനയിലെ കാര്യമാണോ മക്കയിലെ കാര്യമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് മദീനയിലെ കാര്യമാണ് ഇവർ പറയുന്നത് എന്നാണ്. മക്കയിൽ ജാഹിലിയ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന കാലത്തും സ്വത്തവകാശം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ടായിരുന്നു. അവകാശങ്ങൾ മാത്രമല്ല, പുരുഷനെപ്പോലെ തന്നെ കച്ചവടം ചെയ്യാനും സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകാനുമൊക്കെ കഴിയുന്ന സ്ത്രീകൾ ആ കാലത്ത് മക്കയിലുണ്ടായിരുന്നു എന്നതിന് മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായ ഖദീജ തന്നെ ഒരു തെളിവാണ്. അതുകൊണ്ട് അന്ന് സ്ത്രീകൾക്കൊന്നും യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല എന്ന വാദം ഇസ്ലാമിനെ പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ തള്ളുന്ന ഒരു വാദമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ മദീനയിൽ ഈ പറഞ്ഞതുപോലെ സ്വത്തവകാശം മക്കൾക്കും ആർക്കും കൊടുത്തിരുന്നില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ മക്കയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പൊതുവിൽ ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സ്വത്തവകാശത്തിൽ ഇത്രയും വിവേചനം, എന്തുകൊണ്ട് പകുതി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തീരെ ഇല്ലാത്ത കാലത്താണത് പകുതി കൊടുത്തത്, അതുകൊണ്ട് ഇസ്ലാം പുരോഗമനമാണ് എന്ന വാദമാണ് ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ പറയുക. അങ്ങനെയാണെങ്കിൽ തീരെ ഇല്ലാത്ത കാലത്ത് പകുതി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മനുഷ്യരൊക്കെ തുല്യരാണ് എന്ന് പറയുന്ന കാലത്ത് തുല്യമായിട്ട് കൊടുക്കാനും ഇവർ തയ്യാറാവേണ്ടതാണ്. പക്ഷെ അവിടെ എന്താണ് പറയുന്നത്? അവിടെ അള്ളാഹിൻ്റെ നിയമം മാറ്റാൻ പാടില്ല എന്ന വാദമാണ് മൗലികവാദികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളൊരു ഹദീസാണ്. ഈ ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ തന്നെയാണ് തഫ്സീറുകളിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളത്. The custom in old days was that the property of the deceased would be inherited by his offspring. As for the parents of the deceased,
they would inherit by the will of the deceased. Then Allah cancelled from that occasion whatever He wished and fixed for the male double the amount inherited by the female, and for each parent a sixth of the whole legacy, and for the wife an eighth or a fourth, and for the husband a half or a fourth. അപ്പോൾ ജാഹിലിയ കാലത്ത് ഓഫ്സ്പ്രിങ്സിന്, അതായത് മക്കൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അന്ന് പാരൻസിനും മറ്റുള്ളവർക്കും അവർ വസിയത്ത് ചെയ്യുകയായിരുന്നു പതിവ്. അപ്പോൾ മരിച്ച ആളുടെ വിൽപത്രം അനുസരിച്ച്, വസിയത്ത് അനുസരിച്ചാണ് പാരൻസിന്, രക്ഷിതാക്കൾക്കൊക്കെ സ്വത്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഓഫ്സ്പ്രിങ്സിന്, അതായത് മക്കൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. നബി അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ആണുങ്ങൾക്ക് ഇരട്ടിയും പെണ്ണുങ്ങൾക്ക് പകുതിയും എന്ന മട്ടിൽ രക്ഷിതാക്കൾക്കും മക്കൾക്കും ഒക്കെ അവകാശം കൊടുത്തു എന്നാണ് ഈ ഹദീസ് പറയുന്നത്. തീരെ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല എന്ന വാദമൊക്കെ നുണയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. ഈ ജാഹിലിയ കാലം എന്ന് പറയുന്നത് മക്കയിലെ ജാഹിലിയയാണോ മദീനയിലെ ജാഹിലിയയാണെന്നോ ഈ ഹദീസിൽ വ്യക്തമല്ല. ഇനി തുടർന്നുള്ള വാക്യങ്ങളിലും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 11ാമത്തെ വാക്യം മുതൽ അനന്തരാവകാശത്തിന് നിയമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഖുർആനിൻ്റെ ദൈവീകതയെ പൊളിച്ച് കയ്യിൽ തരുന്ന കുറേ മണ്ടത്തരങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം.